ഇന്ന് നമ്മൾ ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്താണോ ഹീൽ ചെയ്യേണ്ടത് അത് നമ്മൾ കണ്ടെത്താം. ചിലപ്പോൾ പാസ്റ്റ് ട്രോമയായിരിക്കാം, ഒരാളോടുള്ള ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടമായിരിക്കാം, ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു വേദനയായിരിക്കാം. എന്തായാലും അതിനെ നമ്മളിന്ന് ഹീൽ ചെയ്യാൻ പോവുകയാണ്. അതെന്താണെന്ന് നിങ്ങൾ തന്നെ നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ കണ്ണടച്ചിരുന്നതിന് ശേഷം പറയുക, ദൈവമേ, എൻ്റെ പാസ്റ്റ് ട്രോമ ഹീൽ ചെയ്യാൻ വേണ്ടി ഞാൻ റെഡിയാണ്. അതിനുവേണ്ട ഏത് സാഹചര്യങ്ങൾ തന്നാലും അതിലൂടെ കടന്നു പോകാനും ഞാൻ റെഡിയാണ്. കൃത്യമായ സാഹചര്യങ്ങളും അവസരങ്ങളും തന്ന് എൻ്റെ ട്രോമ ഹീൽ ചെയ്ത് തരണമേ. വ്യക്തികളാവാം, അവസരങ്ങളാവാം, സാഹചര്യങ്ങളാവാം, ഒന്നിനെയും ഞാൻ അവോയ്ഡ് ചെയ്യുന്നില്ല. ജീവിതത്തിൽ വരുന്ന എല്ലാത്തിനെയും ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അതിലൂടെയെല്ലാം കടന്നുപോയി എൻ്റെ പാസ്റ്റ് ട്രോമ ഹീൽ ചെയ്ത് മുഴുവനായ എന്നെ കണ്ടെത്താൻ എന്നെ സഹായിക്കണമേ. ഹീൽ ചെയ്ത് ശക്തമായ മുഴുവനായ എന്നെ എനിക്ക് തിരിച്ചു തരണമേ. ഇങ്ങനെ നമ്മൾ സംസാരിക്കണം. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം നമ്മൾ ആരോ വന്ന് നമ്മളെ സഹായിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോടെ നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. റിയാലിറ്റിയിൽ ക്രിയേറ്റർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം നമ്മളെ ഹീൽ ചെയ്തില്ലെങ്കിൽ വേറെ ആരും വന്ന് നമ്മളെ സഹായിക്കില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ, അല്ലാതെ മനസ്സിൽ ഇങ്ങനെ പറയുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കുന്നതല്ല. ക്ലിയർ ആയിട്ട് എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ സംസാരിക്കണം. ആ വോയിസ് നമ്മളെ ഉള്ളിലുള്ള ഹീലർ ക്രിയേറ്റർ നമ്മൾ തന്നെയാന്ന് പറയുന്നില്ലേ, ദൈവം നമ്മുടെ ഉള്ളിലാന്ന് പറയുന്നില്ലേ. അപ്പം നമ്മൾ കേട്ടാൽ മാത്രമേ അത് ഹീലാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് വ്യക്തതയോടെ, ഇപ്പോൾ പറഞ്ഞ രീതിയിലൊന്നല്ല, നിങ്ങൾക്ക് എങ്ങനെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് നിങ്ങളെ ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുപോയി പറഞ്ഞ് ഹീൽ ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള മുറിവുകളെയോ അല്ലെങ്കിൽ ട്രോമകളെയോ ഒക്കെ ഹീൽ ചെയ്തെടുക്കാൻ പറ്റും.